നമസ്കാരം. ഡോക്ടർ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ തന്നെയാണ്. സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ്. കൺസേൺസ് അബൌട്ട് ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിളിനകത്ത് നമ്മൾ മെയിൻലി നോക്കാനായിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഡീലിമിറ്റേഷൻ എന്നുള്ളതാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റുവൻസീസ്, ഇലക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റുവൻസീസ് ഉണ്ടല്ലോ, മണ്ഡലങ്ങൾ, ഇതിനൊക്കെ ബൗണ്ടറി വീണ്ടും പുനർനിർണ്ണയിക്കുന്നതിന് പറയുന്ന പേരാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു മെയിൻസ് പെർസ്പെക്ടീവിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ഡീലിറ്റേഷൻ കൊണ്ട് കൺസേൺസ്, എസ്പെഷ്യലി സദേൺ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കുള്ള കൺസേൺസ് ആണ് അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എന്താണെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു പൊളിറ്റിയുടെ പെർസ്പെക്ടീവിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കും ഇന്ത്യൻ പൊളിറ്റിയുടെ പെർസ്പെക്ടീവിലുള്ള ടോപ്പിക് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇതും നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ തന്നെയാണ്. ഈ ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ പെർസ്പെക്ടീവിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഡീൽ ചെയ്യുന്നത് നമുക്ക് നിലവിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മൾ പുതിയൊരു ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് രീതികളെ കുറിച്ചിട്ട് ഇപ്പം സുപ്രീം കോടതിയിലാണെങ്കിലും ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ ആ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്, പുതിയ രീതി പ്രകാരം എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇതിലൂടെ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും, പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് രീതിയിലൂടെ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മെയിൻസിന്റെ പെർസ്പെക്ടീവിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മൂന്നാമത്തവും നാലാമത്തെ ടോപ്പിക്ക് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ ഒരു ആർട്ടിക്കിൾ ആണ്, പ്യൂർലി പ്രിലിംസ് എന്ന് പറയാൻ പറ്റും. അതിൽ മൂന്നാമത്തെ ടോപ്പിക്ക് വേൾഡ് ജോഗ്രഫി. വേൾഡ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ അത് റഷ്യ റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ആണ്. ബട്ട് നമുക്കത് ഇന്റർനാഷണൽ റിലേഷനകത്ത് അധികം വരാത്തത് ബിക്കോസ് ഇതിനകത്ത് ഇന്ത്യ ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ ഈ ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിൽ കൂടുതൽ ആവശ്യം വരുന്നത് ഇന്ത്യ അതിനകത്തോട്ട് എൻഗേജ് ചെയ്യുമ്പോഴേക്കാണ് കൂടുതൽ നമുക്ക് മെയിൻസിനൊക്കെ കൂടുതൽ ആവശ്യമായിട്ട് മാറുന്നത്. ഇവിടെ റഷ്യൻ അനക്സഡ് ഏരിയസ് ഓഫ് ഉക്രൈനെ കുറിച്ച് ഒരു വാർത്തയുണ്ട്. അതായത് ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധമൊക്കെ നടക്കുന്ന നിങ്ങൾ വാർത്തകളൊക്കെ അറിയാലോ, കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഒരു 4 സ്ഥലങ്ങൾ റഷ്യ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ഥലങ്ങൾ റഷ്യ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ വ്ളാഡിമിർ പുടിന്റെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു 4 പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിനകത്ത് വേൾഡ് ജോഗ്രഫി ആയിട്ട് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ അവിടെ 1-2 പ്രധാനപ്പെട്ട സീസ്, കടലുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏതാണ്, ബൗണ്ടറി അത് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വേൾഡ് ജോഗ്രഫിയുടെ പെർസ്പെക്ടീവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നാലാമത്തെ ഒലിവ് റിഡ്ലി ടർട്ടിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിക്കോസ് ഒലിവ് റിഡ്ലി ടർട്ടിൽസിന്റെ മാസ് നെസ്റ്റിംഗ് അഥവാ അരിബാഡ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഒഡീഷയിലെ ഗഹർമാത ബീച്ചിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. സോ അവിടെ നമുക്ക് ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതിനുശേഷം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും തന്നെ ഉള്ള ഒരു പ്രിലിംസിന്റെ മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ്. കൗണ്ടിങ് മാറ്റേഴ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. ബേസിക്കലി ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന കൺസേൺസ്, അതാണ് ഞാനത് തുടക്കത്തിൽ ഇങ്ങനെ കാണിച്ചത്. കൺസേൺസ് അബൌട്ട് ഡീലിമിറ്റേഷൻ. കൺസേൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്ന സദേൺ ഇന്ത്യ സ്റ്റേറ്റ്സ്. ഈ ഒരു ആർട്ടിക്കിളിൽ വിശേഷിപ്പിക്കുന്ന തമിഴ്നാട് CM മിസ്റ്റർ NK സ്റ്റാലിൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ എഴുതിയിരിക്കുന്ന ഒരു പോയിന്റാണ്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ എനിവേ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് ഡീലിമിറ്റേഷൻ ഉള്ളത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഡീലിമിറ്റേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റീഡ്രോയിങ് പാർലമെന്ററി ആൻഡ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ചേഞ്ചസ് ആഫ്റ്റർ ഈച്ച് സെൻസസ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർലമെന്റിലേക്ക്, ലോക്സഭയിൽ നമുക്ക് 545 സീറ്റുകളുണ്ട്. അതിൽ ഏകദേശം 542ഓളം MP നമ്മുടെ നിലവിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റിലുണ്ട്. ഇവിടെ നമ്മൾ ഓരോ സീറ്റുകൾ അല്ലെങ്കിൽ ഇത്ര സീറ്റുകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഈക്വൽ നമ്പർ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ നമ്പർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് കണക്കുകൾ പ്രകാരം അപ്രോക്സിമേറ്റ്ലി ഓരോ പാർലമെന്റിലെ സീറ്റിന്റെ MP റെപ്രസെന്റ് ചെയ്യുന്നത് 10 ലക്ഷം ജനങ്ങളെയാണ്. അപ്രോക്സിമേറ്റ്ലി കേട്ടോ, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും 10 ലക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഏകദേശ കണക്കുകൾ പ്രകാരം അപ്രോക്സിമേറ്റ്ലി 10 lakhs അല്ലെങ്കിൽ 1 million എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 10 lakhs പീപ്പിളിനെയാണ് ഒരു MP ശരാശരി ലോക്സഭയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കണക്ക് നമുക്ക് ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ സിമിലർ ആയിരിക്കണം. അത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് ഈ പറഞ്ഞ പീരിയോഡിക്കൽ റിവിഷനും വേണം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മൾ പീരിയോഡിക് റിവിഷൻ നടത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് പീരിയോഡിക്കലി റിവൈസ് ചെയ്തില്ലെങ്കിൽ ഈ 10 ലക്ഷം എന്നുള്ളത് 11 ലക്ഷം 12 ലക്ഷം അങ്ങനെയൊക്കെ പോകും. അപ്പൊ കൃത്യമായിട്ടും ഒരു MPക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കത്തില്ല. അങ്ങനെ വരുമ്പോഴേക്കും ആളുകളുടെ വോയിസ് ഈ പറഞ്ഞ പോലെ റെപ്രസെന്റ് ചെയ്യാതെ പോകാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇന്ത്യ ഇസ് എ ഡെമോക്രസി. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വോയിസ് ഓഫ് സിറ്റിസൺസ് ആണ്, അല്ലെങ്കിൽ വോയിസ് ഓഫ് പീപ്പിൾ ആണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ റെപ്രസെന്റേഷൻ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വോയിസ് കേൾക്കാതെ പോകാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പീരിയോഡിക്കലി നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് റീഡ്രോ ചെയ്യുന്നത്. റീഡ്രോ ഇൻ ദ സെൻസ് നമ്മൾ പോപ്പുലേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു നമ്പർ ഓൾമോസ്റ്റ് സിമിലർ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ എല്ലാ സെൻസസ് കഴിയുമ്പോൾ നടത്താറുണ്ട്. പക്ഷെ ആഫ്റ്റർ എവറി സെൻസസ് ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു രീതിയായി മാറിപ്പോകും.
ഓക്കെ, സോറി, ഇടയ്ക്ക് ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നതാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഇതായിരുന്നു. നമ്മൾ എല്ലാ സെൻസസിന് ശേഷവും ഇവിടെ ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാം. ആഫ്റ്റർ എവറി സെൻസസ് ഡീലിമിറ്റേഷൻ ഷുഡ് ബി കണ്ടക്ടഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ 2011 നമ്മൾ സെൻസസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2011 സെൻസസിന് ശേഷം ഇവിടെ ഒരു ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല. ലാസ്റ്റ് ഇന്ത്യയിലെ ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്ത് 2002 ദിസ് വാസ് എ PYQ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് UPSC PYQ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ പറയുവാണെങ്കിൽ 4 തവണയാണ് ഡീലിമിറ്റേഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വർഷമൊക്കെ അടുത്ത സ്ലൈഡിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇനി ഓർത്തിരിക്കണം, ആഫ്റ്റർ എവറി സെൻസസ് ദർ ഷുഡ് ബി ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ തെറ്റാണ്. ബിക്കോസ് അതിന് ഈ പറഞ്ഞ പോലെ ചില മാറ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ, എത്തിക്കലി പറയുവാണെങ്കിൽ എല്ലാ സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്യണം. ബിക്കോസ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ റെപ്രസെന്റേഷൻ മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി, നമ്മുടെ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊസീജിയർ കൂടിയാണ് അണ്ടർ ആർട്ടിക്കിൾ 82. ആർട്ടിക്കിൾ 82 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 82 പ്രകാരം ഇറ്റ് മാൻഡേറ്റ്സ് ആഫ്റ്റർ ഈച്ച് സെൻസസ്. 82 പറയുന്നുണ്ട് ആഫ്റ്റർ ഈച്ച് സെൻസസ് ലോക്സഭ സീറ്റ്സ് മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് ബേസ്ഡ് ഓൺ പോപ്പുലർ സെൻസസ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ എല്ലാം കണ്ടിന്യൂസ്ലി അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 82 ലോക്സഭയിലെ മെമ്പേഴ്സിന്റെ സീറ്റ് 550 ആയിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ്. അത് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. വിത്ത് 530 ഫ്രം ദ സ്റ്റേറ്റ്സ് ആൻഡ് 20 ഫ്രം ദ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം 2026 സെൻസസ് നടക്കാൻ പോകുന്നു പറയുന്നു. അതിന്റെ വർക്കുകൾ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിവേ സെൻസസ് നടത്തി കഴിയുമ്പോഴേക്കും അടുത്തതായിട്ട് ഡീലിമിറ്റേഷൻ ഗവൺമെന്റ് മേ ബി ചെയ്തേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഗോ ഫാർ ബിയോണ്ട് 750-800 റേഞ്ചസിലേക്ക് പോയേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് അമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ 81 പറയുന്നത് 550 ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ 750 മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റങ്ങൾ കൃത്യമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലൂടെ വരുത്തേണ്ടതായിട്ട് വരും. എനിവേ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗോൾ ഈസ് ടു എൻഷുർ ഈക്വൽ റെപ്രസെന്റേഷൻ ബൈ മെയിൻറ്റെയിനിങ് സിമിലർ പോപ്പുലേഷൻ സൈസസ് അക്രോസ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ ഹിസ്റ്ററി ഓഫ് ഡീലിമിറ്റേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആഫ്റ്റർ 1976 ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ബിഫോർ 1976 നമ്മൾ നോക്കുവാണെങ്കിൽ 3 വട്ടം ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഈ സെൻസസ് ഓഫ് 1951, 61 ആൻഡ് 71. ഇവിടെ വരെ കണ്ടിന്യൂസ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10 വർഷം കൂടെ ടെസെന്റിയൽ എക്സൈസ് ആണ് ഇന്ത്യയിലെ സെൻസസ്. ആ 10 വർഷം കൂടുമ്പോൾ സെൻസസ് കണ്ടക്ട് ചെയ്തു. അതിനുശേഷം 1952 ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ ദ സെൻസസ് ഓഫ് 1961, 1963 നമ്മൾ അടുത്ത ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ സെൻസസ് ഓഫ് 1971, 1973 നമ്മൾ അടുത്ത ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു പ്രീ 1976 പീരീഡിൽ ഉണ്ടായിരുന്നത്. 42 അമെന്റ്മെന്റ് വരികയാണ് 1976. ഈ ഒരു കാലഘട്ടം നമുക്കറിയാം എമർജൻസി, നമ്മുടെ അടിയന്തരാവസ്ഥ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് ഡിസൈഡഡ് ടു ഫ്രീസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് അണ്ടിൽ 2001 സെൻസസ്. 2001 വരെയുള്ള സെൻസസ് വരെ പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തേണ്ട എന്ന് ബേസിക്കലി പാർലമെന്റ് തീരുമാനിക്കുകയാണ് ത്രൂ 42nd അമെന്റ്മെന്റ് ഓഫ് 1976. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ 2001 നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻസസ് പ്രകാരം 2001 സെൻസസ് പ്രകാരം 2001 സെൻസസ് നടക്കുന്നു. 2002 നമ്മൾ അടുത്ത ഡീലിമിറ്റേഷൻ വെക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ ബൗണ്ടറി റീഡ്രോ ചെയ്തു. പക്ഷേ നമ്പർ ഓഫ് സീറ്റ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, ഇൻ ബിറ്റ്വീൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ അതിനുശേഷം 2011 ഇന്ത്യയിൽ സെൻസസ് നടന്നു. പക്ഷേ 2011 സെൻസസ് പ്രകാരം നമ്മൾ എന്ത് നടത്തിയില്ല? ഡീലിമിറ്റേഷൻ കണ്ടക്ട് ചെയ്തില്ല. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ സെൻസസിന് ശേഷവും ഒരു ഡീലിമിറ്റേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് ഒരു എക്സംഷൻ ആയിട്ട് നമുക്ക് 2011 പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഇൻക്രീസിനെ കുറിച്ച് പറയണം. ബിക്കോസ് നമ്മൾ റീസെന്റിലേക്കാണ് നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം ലോക്സഭയിലേക്ക് ആണെങ്കിലും വനിതാ പ്രാതിനിധ്യം, വുമൺ റെപ്രസെന്റേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സീറ്റുകളൊക്കെ റിസർവ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ബില്ലുകളും കാര്യങ്ങളൊക്കെ പാസ്സായി. അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ കൃത്യമായിട്ടും ഈ സെൻസസ് നടപ്പാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ അതും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനായിട്ടാണ് ഗവൺമെന്റ് 2026 സെൻസസ് നടപ്പാക്കുമെന്നും പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് റീഡോൾ ചെയ്യും എന്നുള്ളതൊക്കെ പറയുന്നത്. ബിക്കോസ് അങ്ങോട്ട് വേണമല്ലോ ഈ പറഞ്ഞ പോലെ ടോട്ടൽ സീറ്റുകൾ റിസർവ് ചെയ്യാനായിട്ട്, സ്ത്രീകൾക്കൊക്കെ റിസർവ് ചെയ്യാനായിട്ട്. സോ എനിവേ ഈ പറഞ്ഞ പോലെ കറന്റ് പറയുവാണെങ്കിൽ 10.11 ലക്ഷം ആളുകളുടെയാണ് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു MP റെപ്രസെന്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 10.11 lakh പീപ്പിൾസിനെയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ കറന്റ് ഇത്രയും വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് 542 MP നിലവിൽ നമ്മുടെ നാട്ടിലുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ നിയർലി ഒരു 1400 ഉയർന്നേക്കാമെന്നാണ് പറയുന്നത്. ബിക്കോസ് 2011 സെൻസസ് പ്രകാരം പോലും ഇന്ത്യയിലെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് 127 കോടിയാണ്. അപ്രോക്സിമേറ്റ്ലി 127 crores ആയിരുന്നു. ഇപ്പോൾ അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 141 crores ആണ്. അപ്പോൾ അത്രയും ജനസംഖ്യയിൽ വന്ന വ്യത്യാസം തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ 10.11 എന്നുള്ള റേഷ്യോ കീപ്പപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ 545 എന്ന നിലവിലുള്ള നമ്പർ 1400 ഉയർന്നേക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. അത്രയും എന്തായാലും നമ്മുടെ ലോക്സഭയിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും MP-മാരെ. അതുകൊണ്ട് മേ ബി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് 1000-നുള്ളിലേക്ക് നിർത്താനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. എനിവേ കണക്കുകൾ
നിയമപ്രകാരം 1400 ഉയർന്നു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ വരാൻ പോകുന്ന യു പിയിലായിരിക്കും. ബിക്കോസ് അവിടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നിലവിലെ 85 എംപിമാർ എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് അവിടെ എത്രയിലേക്ക് മാറിയ 250 എംപിമാരിലേക്കുള്ള മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബീഹാർ, നിലവിൽ 25 സീറ്റുള്ള ബീഹാറിലേക്ക് 82 സീറ്റുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ സദേൺ ഇന്ത്യ സ്റ്റേറ്റുകൾ കൺസേൺസ് ഉയർത്തുന്നത്. തമിഴ്നാടിനും കേരളത്തിന്റെ സീറ്റുകൾ നമ്മൾ നോക്കാം. തമിഴ്നാട്ടിൽ നിലവിലുള്ളത് 39 സീറ്റാണ്. അത് 76ലേക്ക് കുറയാനാണ് ചാൻസ് ഉള്ളത്. നേരെ തിരിച്ച് ഇവിടെ കണ്ടോ, ഇതാ വ്യത്യാസം. ബീഹാറിൽ നിലവിൽ 25 ഉള്ളത്, തമിഴ്നാട്ടിൽ നിലവിൽ 39 ഉണ്ട്. ഈ ലിമിറ്റേഷൻ പുതിയ സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ നിലവിൽ 25 ആയിരുന്നത് 82ലേക്ക് ഉയരും. എന്നാൽ തമിഴ്നാട്ടിൽ നിലവിൽ 39 റെപ്രസെന്റേഷൻ ഉള്ളത് അത് എത്രയിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ? 76ലേക്ക് മാത്രമേ പോകുള്ളൂ. ഈ വ്യത്യാസം നിങ്ങൾ കാണുന്നില്ല. 25 82 ഇവിടെ 39 76ലേക്ക് പോകുന്നുള്ളൂ. ഇതാണ് കൺസേൺസ് ആയിട്ട് സദേൺ ഇന്ത്യ സ്റ്റേറ്റ്സ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ കേരളം നിലവിൽ നമുക്ക് ലോക്സഭയിലേക്ക് 20 എംപിമാരുണ്ട്. അത് 36ലേക്ക് മാത്രമേ ഉയരാനായിട്ട് ചാൻസ് ഉള്ളൂ. ഇവിടെ കണ്ടു 25 നേരെ 82ലേക്ക് പോയി. നമ്മുടെ 20 എന്നുള്ള ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ, 36ലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ പോപ്പുലേഷൻ കൺട്രോളിംഗ് മെഷേഴ്സ് ഒക്കെ ബെറ്റർ ആയിട്ട് ഇവിടെ അഡോപ്റ്റ് ചെയ്തത് എസ്പെഷ്യലി സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താരതമ്യേന നോർത്തിലെ സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ പോപ്പുലേഷൻ അത്രത്തോളം കൂടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൗണ്ടറി ഇനി റീഡോൾ ചെയ്യുമ്പോഴേക്കും കൂടുതൽ റെപ്രസെന്റേഷൻ ഏത് പാർട്ടികൾക്ക് പോകാൻ ചാൻസ് ഉണ്ടാകാം? നോർത്ത് ഭരിക്കുന്ന അല്ലെങ്കിൽ നോർത്തിൽ കൂടുതൽ അവർക്ക് പ്രാതിനിധ്യമുള്ള പാർട്ടികൾ കൂടുതലും രംഗത്തേക്ക് കയറി വരാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. ഇതാണ് കറന്റ് സദേൺ ഇന്ത്യ സ്റ്റേറ്റുകളിലെ പാർട്ടീസിന് ഈ പറഞ്ഞ പോലെ കൺസേൺസ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ഡിമിനിഷിംഗ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് സദേൺ ഇന്ത്യ സ്റ്റേറ്റ് പാർട്ടീസ്. ഓക്കെ, ഇനി ഇതൊരു ചാർട്ട് വൈസ് ഞാനിപ്പം പറഞ്ഞ കാര്യമാണ്. നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ 1971 പോപ്പുലേഷൻ പ്രകാരം നോക്കുവാണെങ്കിൽ യു പിയിൽ ഇത്രയും പോപ്പുലേഷൻ ഉള്ളത് അത് റെപ്രസെന്റ് ചെയ്യുന്ന 85 സീറ്റ്സ്. 1976 പ്രകാരം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതാണ് 85 സീറ്റ്. ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം കറന്റ് ഈ റേഷ്യോ അവിടെ വെച്ച് നോക്കുമ്പോഴാണ് കേരളത്തിൽ നമുക്ക് 20 സീറ്റ് എന്നുള്ളത് ബേസിക്കലി ഉള്ളത്. അതിനി മാറിക്കഴിയുമ്പോഴേക്കും പുതിയത് വരാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 85 250ലേക്കാണ് യു പിയുടെ മാറുന്നത്. കേരളത്തിന് 20 നിന്നും 36ലേക്ക് മാത്രമേ മാറാനായിട്ടും ചാൻസസ് ഉള്ളൂ. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു ടാബ്ലർ ഫോമിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിന് മെയിൻലി നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. എന്താണ് ഡീലിമിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഇത് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ മെയിൻ എഡിറ്റോറിയൽ വന്നിരുന്ന ആർട്ടിക്കിളാണ്. എ പ്രോസസ് വെയർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് വിൽ ബി കാഷ്വാലിറ്റി എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഞാൻ ഇൻട്രോഡക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഈ പറഞ്ഞ പോലെ നമ്മൾ DNA ക്ലാസ്സിൽ ഒന്ന് ചർച്ച ചെയ്ത ഒരു കമ്പോണന്റ് ആണ്. അന്ന് ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്ത് ഇന്നിപ്പോ ഒരു ഒപ്പീനിയൻ പേജിൽ എഡിറ്റോറിയൽ വന്നിരിക്കുകയാണ്. ബട്ട് ഇതിന്റെ ക്രക്സ് അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സിമിലർ കൈൻഡ് ആണ്. അതുകൊണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്കും വേണമെങ്കിൽ മനസ്സിലാകുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഒരു പ്രശ്നം വന്നേക്കാം. അതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു കണ്ടിന്യൂറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആരാണ്? ബൈ ദ പ്രസിഡന്റ് ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് സബ്ജക്ട് ടു പാർലമെന്ററി ലോ. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമപ്രകാരമായിരിക്കണം പ്രസിഡന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇഫ് സച്ച് ലോ എക്സിസ്റ്റ്. ഇങ്ങനെ ഒരു ലോ ഉണ്ടെങ്കിലാണ് പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ലോ ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരുടെ തീരുമാനത്തിലാണ് ബഹുഭൂരിപക്ഷ സമയത്തും ആരുടെ തീരുമാനത്തോടൊപ്പമാണ് മുന്നോട്ട് പോകുന്നത്? ഈ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ അതിന് ഹെഡ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്ററുമായിട്ട് ചേർന്നാണ് ഓരോ തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് ഇഫ് ദർ ഇസ് നോ സച്ച് ലോ, പ്രസിഡന്റ് ഷുഡ് അബൈഡ് ബൈ ദ ഡിസിഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പമായിരിക്കും പ്രസിഡന്റ് ഭൂരിഭാഗം പോകുന്നത്. അങ്ങനെയാണ് നിലവിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് എ ലോ ദ പ്രസിഡന്റ് ഹാസ് ബീൻ മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് പ്രകാരം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ 1950s തൊട്ട് തുടങ്ങിയ ഒരു കൺവെൻഷനാണ്. നമ്മൾ 2023 കാലഘട്ടത്തിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വരികയാണ്. അത് വെരി ഇമ്പോർട്ടന്റ് ഫോർ അവർ എക്സാം എസ്പെഷ്യലി മെയിൻസിന്. ആ കേസാണ് അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ കേസിലാണ് സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഡെമോക്രാറ്റിക് രാജ്യത്തിൽ. അവിടെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളുകളെ നേരിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും, അൺഫെയർ പ്രാക്ടീസസ് കയറി വരാനുള്ള ചാൻസസ് ഉണ്ടാവും എന്നുള്ള കോടതിയിൽ വാദഗതികൾ വന്നു. അതിന്റെ പരാമർശത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി മുതൽ ഈ പറഞ്ഞ പോലെ ഇത്രയും നാള് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ ഇനി ഒരു ലോയിലൂടെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് സുപ്രീം കോടതി എടുത്തു പറയുകയാണ് ഉണ്ടായത്. എന്നിട്ട് പാർലമെന്റ് ആസ് ഓഫ് നൗ ആ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അങ്ങനെ ഒരു ലോ ഇല്ല. അതുകൊണ്ട് ഫോർ ദ ടൈം ബീങ് സുപ്രീം കോടതി എന്ത് ചെയ്യുകയാണ്, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇനി മുതൽ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യേണ്ടതിനകത്ത് ഒരു കമ്മിറ്റി ആയിരിക്കണം ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് അത് ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹെഡ് ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ,
പിന്നെ രണ്ടാമത്തെ ഒരു വ്യക്തിയായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ. ദെൻ മൂന്നാമതാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ് ഇവിടെ എന്ന് പറയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ബോഡി ആയിരിക്കും. ബിക്കോസ് PM ഭരിക്കുന്ന ഗവൺമെന്റ്, രണ്ടാമത്തെ ആൾ ഓപ്പോസിഷൻ പാർട്ടിയുടെ, മൂന്നാമത്തെ ആൾ ന്യൂട്രൽ ആണ്, CJ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ 3 പേര് എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ പാസ്സാക്കാനായിട്ട് വോട്ടിങ്ങിലൂടെ ഡിസിഷൻ പാസ്സാകുമ്പോൾ ഇവർ 2 പേര് അംഗീകരിക്കണം. അപ്പൊ 2 പേര് അംഗീകരിക്കുമ്പോൾ അത്യാവശ്യം ഈ 3 പേരിലും ഭൂരിഭാഗം ആളുകൾക്ക് തൃപ്തരായിട്ടുള്ള ഒരാളായിരിക്കുള്ളൂ. ഇവിടെ 3 പേര് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെവ്വേറെ ആളുകളായതുകൊണ്ട് തന്നെ നല്ലൊരു വ്യക്തിയെ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞു കൊടുത്ത ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശം. പക്ഷേ ഇങ്ങനെ നിർദ്ദേശം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തത്, നിലവിൽ പാർലമെന്റ് ലോയിൽ നിന്നുള്ള പ്രശ്നം. അതുകൊണ്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ പുതിയൊരു ലോ പാസ്സാക്കിയാണ് നോൺ ആസ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ബിൽ 2023 എന്നുള്ള ഒരു ലോ പാസ്സാക്കുകയാണ് പാർലമെന്റിൽ. അത് പ്രകാരം കൃത്യമായിട്ട് ഈ പറഞ്ഞ പുതിയൊരു കമ്മിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരം അല്ലാതെ പുതിയൊരു കമ്മിറ്റി വിത്ത് ദ പ്രൈം മിനിസ്റ്റർ അത് ഹെഡ്. സെക്കൻഡ് പേഴ്സൺ അത് തന്നെയാണ് ഈ പറഞ്ഞ നമ്മുടെ ലീഡർ ഓഫ് ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ലോക്സഭ. മൂന്നാമത്തെ ആള് സുപ്രീം കോടതി പറഞ്ഞതിനകത്ത് മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെ ജഡ്ജ് നോമിനേറ്റഡ് ബൈ ചീഫ് ജസ്റ്റിസ്. ഇവിടെ നോക്കിയാൽ മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഇങ്ങനെ ആയി മാറിപ്പോയി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു ബയാസ്ഡ് ആയിട്ട് ഡിസിഷൻ ആകാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഈ 3 പേരുടെ പേര് കേട്ടപ്പോൾ മനസ്സിലായി കാണാം. ബിക്കോസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു മജോറിറ്റി കിട്ടാൻ 2 വോട്ട് കിട്ടിയാൽ മതി. അതിൽ പ്രൈം മിനിസ്റ്ററും ഭരിക്കുന്ന പാർട്ടിയുടെ ഗവൺമെന്റ് ആണ്. യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നതും ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ഒരു ആളാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടും പണ്ടത്തെ പോലെ തന്നെ ഒരു കമ്മിറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പോലെ തന്നെ ഗവൺമെന്റിന്റെ സോൾ ഡിസിഷൻസ് ഇവിടെയും ഈ പറഞ്ഞ നടപ്പിലാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു ലോയെ സംബന്ധിച്ച് സുപ്രീം കോടതി പിന്നെ കേസ് പോയി. കാരണം സുപ്രീം കോടതി പറഞ്ഞതിന് അതിനെ ഓൾട്ടർ ചെയ്ത് പുതിയൊരു സംഭവം വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി. അതിന്റെ കേസ് ഇപ്പോഴും അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ അതിന് വരുമ്പോൾ എന്തായിരിക്കും സുപ്രീം കോടതി ഇതിനകത്ത് വിധി പ്രഖ്യാപിക്കുക, വെർഡിക്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ആ ഡിസിഷൻ വന്നു കഴിയുമ്പോൾ വീണ്ടും ഇതേ ടോപ്പിക് വീണ്ടും വാർത്തയിൽ വരും. അന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ഈ ലോ പ്രകാരം ഒരു സെർച്ച് കമ്മിറ്റി ഹെഡഡ് ബൈ ലോ മിനിസ്റ്റർ. ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലോ മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു സെർച്ച് കമ്മിറ്റി പാനൽ ഓഫ് നെയിംസ് സജസ്റ്റ് ചെയ്യും. ആ നെയിംസ് ഈ പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റി കൊടുക്കും. ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്താണ് പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭ ഈ പറഞ്ഞ പോലെ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ലീഡർ ലോക്സഭയുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു സെലക്ഷൻ കമ്മിറ്റി കൊടുക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ പേര് കൊടുക്കുന്നു. ആ പേരാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ അങ്ങനെയില്ല. നോ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല, സ്പെസിഫിക് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ബൈ കൺവെൻഷൻ സീനിയർ സിവിൽ സർവൻസ് ഓഫ് ദ റാങ്ക് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി ഓർ ഇക്വലന്റ് ആർ അപ്പോയിന്റഡ് ടു ദിസ് പൊസിഷൻ. ബൈ കൺവെൻഷൻ ആണ് സീനിയർ സിവിൽ സർവൻസ് ഓഫ് ദ റാങ്ക് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി ഓർ ഇക്വലന്റ് ആർ അപ്പോയിന്റഡ് ടു ദിസ് പൊസിഷൻ. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ പ്രാക്ടീസ്, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ടോപ്പ് പൊസിഷൻസിൽ ഇപ്പോൾ നിലവിൽ റിട്ടയർ ആകുന്ന അല്ലെങ്കിൽ കറന്റ് സർവിംഗ് ആയിട്ടുള്ള എൻഡ് എടുത്ത ടേം ആയിക്കൊണ്ടിരിക്കുന്ന സിവിൽ സർവൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ കറന്റ് നിങ്ങൾ വാർത്ത കണ്ടു കാണുമായിരിക്കും. പുതിയ സെബി, നമ്മുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാനായിട്ടും ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ റവന്യൂ സെക്രട്ടറി ഈ പറഞ്ഞ പോലെ ഒരു സിവിൽ സർവന്റിനെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ടോപ്പ് പൊസിഷനിലൊക്കെ തന്നെ ഈ പറഞ്ഞ RBI ഗവർണർ സിവിൽ സർവന്റ് ആണ്. അപ്പൊ ടോപ്പ് പൊസിഷനിലെല്ലാം നോക്കുവാണെങ്കിൽ സിവിൽ സർവൻസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം ബിക്കോസ് അവരുടെ ആ ഒരു ഹ്യൂജ് എക്സ്പീരിയൻസിനെ കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ദെൻ ഇവരുടെ എലിജിബിലിറ്റി സാലറി നോക്കുവാണെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് ടു സെക്രട്ടറി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ് എലിജിബിലിറ്റി. സാലറി കണ്ടീഷൻസ് ഒക്കെ തന്നെ പ്രീവിയസ്ലി സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിരുന്നു. ബട്ട് കറന്റ് പറയുകയാണെങ്കിൽ ഈക്വലന്റ് ടു ദാറ്റ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഓദർ പറഞ്ഞിരിക്കുന്ന കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ കമ്മിറ്റിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഡിസിഷൻസ് പറഞ്ഞാൽ കുറച്ചുകൂടി ബയാസ്ഡ് ആകാനുള്ള ചാൻസ് കൂടുതൽ. ബിക്കോസ് രണ്ടുപേരും ഒരേ പാർട്ടിയുടെ ആൾ വരുമ്പോഴേക്കും അവരുടെ ഡിസിഷൻസ് ബയാസ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ ഡിസിഷൻസും ബയാസ്ഡ് ആകാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. അതാണ് ആ ഹെഡിങ് ഇങ്ങനെ മാറി, പ്രോസസ് വെയർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് വിൽ ബി എ കാഷ്വാലിറ്റി എന്ന് ബേസിക്കലി ഹെഡിങ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ആ ടോപ്പിക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ ചെയ്യണം. ലിംസിന്റെ ബേസ്ഡ് ആർട്ടിക്കിൾ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇന്റർനാഷണൽ റിലേഷൻ ഉപരിയായിട്ട് ഇതിനകത്ത് നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ മാപ്പിംഗ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഉക്രൈൻ സ്ഥലവും കാണാൻ സാധിക്കുന്നുണ്ട്, റഷ്യയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കെർസൺ, സപ്പോസിയ, ഡോണസ്ക്, ലുഹാൻസ് ഒക്കെ എഴുതിയിരിക്കുന്ന യുക്രൈനിന്റെ സ്ഥലമാണ്. ബട്ട് നിലവിൽ അത് റഷ്യ പിടിച്ചടക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, റഷ്യ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഉക്രൈന്റെ സ്ഥലങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ സപ്പോസിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അവിടെ ഒരു വലിയ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ റിയാക്ടർ ഒക്കെ ഉണ്ട്. സപ്പോസിയ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഒക്കെ തന്നെ അവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഇവിടെ വേൾഡ് മാപ്പിൽ ആവശ്യമായിട്ട് മാറുന്നത് ഇവിടെ ക്രിമിയ ഉണ്ടോ? ഈ ക്രിമിയൊക്കെ തന്നെ PYQ ചോദിച്ചിട്ടുള്ളതാണ്. ക്രിമിയ അതിർത്തി പങ്കിടുന്ന അങ്ങോട്ടാന്ന് ചോദിച്ചാൽ ബ്ലാക്ക് സീ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ക്രിമിയ. ബ്ലാക്ക് സീ ഒക്കെ മൾട്ടിപ്പിൾ ടൈംസ് UPSC PYQ ആയിട്ട് വേൾഡ് ജോഗ്രഫിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലാക്ക് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണുള്ളത്? അപ്പോൾ ഉക്രൈനൊക്കെ ബ്ലാക്ക് സീയുമായിട്ട് അതിർത്തി ഉള്ളതാണ്. ക്രിമിയയ്ക്ക് ഉണ്ട്. ദെൻ ക്രിമിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വൺ സൈഡിൽ ബ്ലാക്ക് സീ ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സീ ഓഫ് അസോവ് ഉണ്ട്. അപ്പൊ ഇവിടെ സീ ഓഫ് അസോവ് ഈ പറഞ്ഞ പോലെ അതിർത്തി പങ്കിടുന്ന ഏതൊക്കെയാണ്? കെർസൺ, സപ്പോസിയ,
സപ്പോർസിയ ആൻഡ് ഡോണസ്ക്. ലുഹാൻസിന് ഇല്ല കേട്ടോ. ലുഹാൻസ് എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതൊക്കെ വേണമെങ്കിൽ പൊട്ടൻഷ്യലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ സിയോ വസോവോ ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കെർസൺ, സപ്പോസിയ ആൻഡ് ഡോണസ്ക് ആണ്. ക്രിമിയയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വൺ സൈഡ് ബ്ലാക്ക് സീ ഉണ്ട്, അതർ സൈഡ് സിയോ ഫസോവോ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ബ്ലാക്ക് സീ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഉക്രൈൻ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മറക്കാതെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അത്രയും കാര്യം വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഇന്ത്യസ് ഒലിവ് റിഡ്ലി ടർട്ടിൽ നമ്പേഴ്സ് ഇംപ്രൂവ് ബട്ട് ക്ലൈമറ്റ് സ്ക്യൂസ് സെക്സ് റേഷ്യോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഒലിവ് റിഡ്ലി ടർട്ടിൽസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. സോ ഇതാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ഇത് ബേസിക്കലി കാണാൻ സാധിക്കും. പിക്ചറിൽ ഇത്രയും വലിപ്പത്തിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു സ്മോൾ ആണ്, വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ടർട്ടിൽ സ്പീഷീസ് ആണ് ഈ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ദേ ആർ ദ സ്മോളസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് അബണ്ടന്റ് ഓഫ് ഓൾ സീ ടർട്ടിൽസ് ഫൗണ്ട് ഇൻ ദ വേൾഡ്. ഇത് ഓർത്തിരിക്കണം, പരീക്ഷ ചോദിക്കാം. സ്മോളസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് അബണ്ടന്റ് ഓഫ് ഓൾ സീ turtles found in the world ആണ് നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഒലിവ് ഗ്രീൻ കളറേഷൻ ഓഫ് ഇറ്റ്സ് കർപ്പേസ് ഷെൽ. ഷെല്ലിനത് ഈ പിക്ചറിൽ കണ്ടു ഒരു ചെറിയൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പ്രകാരമാണ് ഇവർക്ക് ഈ പേര് ഒലിവ് റിഡ്ലി ടർട്ടിൽസ് എന്ന് കിട്ടിയിരിക്കുന്നത്. Then they are best known for its unique mass nesting called as Aribada. ഇവരുടെ മാസ് നെസ്റ്റിംഗ് എന്ന് പറയുന്ന പേരാണ് അരിബാഡ, where thousands of females come together on the same beach to lay eggs. അതാണ് ഈ പിക്ചറിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതവിടെ ഗഹിർമാത ബീച്ച്, ഋഷികുല്യ ബീച്ച് ആണ് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു പിക്ചറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒഡീഷയിൽ തന്നെയാണ്. സോ ഗഹിർമാതയും ഒഡീഷയിലെ ഗഹിർമാതയും അതുപോലെ ഋഷിക്കിലെ ബീച്ചസ് ആണ് പ്രധാനമായിട്ട് ഇവരുടെ നെസ്റ്റിംഗ് ഗ്രൗണ്ട്സ് ആയിട്ട് വേൾഡ് വൈഡിൽ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. സോ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ പറയുവാണെങ്കിൽ ദേ ആർ മെയിൻലി ഫൗണ്ട് ഇൻ വാം വാട്ടേഴ്സ് ഓഫ് പസഫിക്, അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻസിലാണ് പ്രധാനമായിട്ടും ഈ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ഒഡീഷയിലെ ഗഹിർമാത മറൈൻ സാങ്ച്വറീസ് നോൺ ആസ് വേൾഡ്സ് ലാർജസ്റ്റ് റൂക്കറി എന്ന് പറയുന്ന കോളനി ഓഫ് ബ്രീഡിംഗ് ആനിമൽസ് ഓഫ് സീ ടർട്ടിൽസ്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണുന്നത് ഒഡീഷയിലെ ഗഹിർമാത അതുപോലെ ഋഷികില്യ ബീച്ചസിലാണ് കാണുന്നത്. ഇനി ഇവരുടെ മറൈൻ സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തോടെയാണ് ഒഡീഷയിലെ ഗഹിർമാതയിലാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ. ദാറ്റ് മറൈൻ സാങ്ച്വറീസ് വേൾഡ്സ് ലാർജസ്റ്റ് റൂക്കറി ഓഫ് സീ ടർട്ടിൽസ് ആണെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്ത് വെച്ചേക്കാം. ദെൻ ദേ ആർ ഒംനിവോറസ്. ഇത് അറിഞ്ഞിരിക്കണം. ഒംനിവോറസ് ആർ മീനിങ് ദേ ഫീഡ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പം ഒരു പ്ലാന്റ്സും ഭക്ഷിക്കും ആനിമൽസിനെയും ഭക്ഷിക്കുന്നവരാണ്. ദേ ആർ ഒംനിവോറസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ദേ ആർ സോളിറ്ററി, പ്രിഫറിംഗ് ഓപ്പൺ ഓഷൻ. ഓപ്പൺ ഓഷൻ ആണ് കൂടുതലായിട്ട് ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഇതൊക്കെ പൊട്ടൻഷ്യലി പ്രിലിംസിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് മാറാൻ ചാൻസ് ഉള്ളവയാണ്. ആൻഡ് ദീസ് ടർട്ടിൽസ് സ്പെൻഡ് ദെയർ എൻറ്റയർ ലൈഫ്സ് ഇൻ ദ ഓഷൻ. ദെയർ ലൈഫ്സ് ഭൂരിഭാഗം ഒരു ഓഷൻ തന്നെയായിരിക്കും. ആൻഡ് മൈഗ്രേറ്റ് thousands of kilometers between feeding and mating grounds in the course of a year. അപ്പോൾ ഒരുപാട് സഞ്ചരിക്കുന്ന തരത്തിലുള്ള സീ ടർട്ടിൽസ് കൂടിയാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. കൺസർവേഷൻ സ്റ്റാറ്റസ് ഓർത്തിരിക്കണം. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രകാരം, റിലീസ്ഡ് കൺസർവേഷൻ പ്രകാരം വൾണറബിൾ കാറ്റഗറിയിലാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ് കേട്ടോ. IUCN കാറ്റഗറി പ്രകാരം വൾണറബിൾ കാറ്റഗറി എന്നുള്ള ഓർത്തിരിക്കാം. ദെൻ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം നമ്മൾ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ദേ ആർ ലിസ്റ്റഡ് അണ്ടർ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 വരുന്ന സ്പീഷീസിനാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. സോ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 സ്പീഷിയാണ് ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ഇനി സൈറ്റ്സ്, കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ്. സൈറ്റ്സിന്റെ ലിസ്റ്റ് പ്രകാരം അപ്പൻഡിക്സ് ഉണ്ട്, അവിടെ പറഞ്ഞ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വൾണറബിൾ. ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 സ്പീഷിയാണ്. സൈറ്റ്സ് ലിസ്റ്റ് പ്രകാരം അപ്പൻഡിക്സ് 1 വരുന്ന സ്പീഷി കൂടിയാണ് നമ്മുടെ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ഉള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാം പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ എന്ന് ചെയ്യുന്ന പോലെ പ്രിലിംസ് MCQ ആണ് ബേസ്ഡ് ഓൺ ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ഇപ്പൊ നമ്മൾ തൊട്ടുമ്പോൾ കണ്ടതോളൂ. ഇപ്പൊ തന്നെ അതിന്റെ ആൻസർ രേഖപ്പെടുത്താവുന്നതാണ്. 3 സ്റ്റേറ്റ്മെന്റ് MCQ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആൻസർ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.